എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായിട്ട് കാണുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചു സമാധാനം കിടുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ചിലരെ കണ്ടിട്ടുണ്ടോ, ഏത് കാര്യം ആരുടെയും നെഗറ്റീവാണ് ആദ്യം അവർ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ ചുറ്റുപാടും ഉണ്ട്, വളരെയധികം ആൾക്കാരുണ്ട്. അങ്ങനെ ആരെന്ത് പറയുന്ന അവരുടെ നെഗറ്റീവേ കണ്ടുപിടിക്കാൻ നോക്കുള്ളൂ. പോസിറ്റീവ് കാര്യങ്ങളൊന്നും അവരെ കുറിച്ച് പറയാനോ എടുക്കാനോ ഒന്നുമില്ല. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഇത് മാത്രം പറയാനേ ആ വ്യക്തികൾക്ക് കഴിയുള്ളൂ. പോസിറ്റീവായിട്ട് ഒന്നും സംസാരിക്കില്ല അവർ. കാരണം മറ്റുള്ള വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ആ സൈഡിലേക്ക് അവർ ചിന്തിക്കുന്നതേ ഇല്ല. അങ്ങനൊരു ചിന്താഗതിയേ അവർക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇവരെ കുറിച്ച് എന്ത് നെഗറ്റീവ് പറയണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് അവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയ്ക്ക്. ചിലർക്കുണ്ട്, നമ്മളുടെ ഇപ്പോൾ ഒരു ദിവസം ഫുൾ ഡേ നമ്മൾക്ക് എല്ലാം നല്ല സന്തോഷത്തോടെ പോയിന്ന് വെച്ചു, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം മതി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടതോ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ ആ ഫുൾ ഡേ സന്തോഷമായിട്ടിരുന്ന എല്ലാം മറന്നുപോകും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഫുൾ രാത്രി നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട് നമ്മുടെ ഇടയ്ക്ക്. അപ്പോൾ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരിലും ഉണ്ട് നെഗറ്റീവ് ഫീലിങ്സ്. നമുക്ക് എല്ലാവർക്കും വരും, മനുഷ്യനായാൽ വരും. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിൽ നെഗറ്റിവിറ്റി ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് പണ്ടത്തെക്കാളും. പണ്ട് ഇത്രയും ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി അന്നും അങ്ങനെ നെഗറ്റീവ് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സെക്കൻഡിൽ വേൾഡ് വൈഡ് സ്പ്രെഡ് ആവുന്ന ഒരു ഇതില്ലായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ ആണല്ലോ അതിപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അതിൽ എത്ര സത്യം ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ സത്യത്തെക്കാളിലും പെട്ടെന്നാണല്ലോ അല്ലാത്ത കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് നെഗറ്റീവ് ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയാനുള്ള ഒരു സ്വഭാവവും നമ്മൾക്കുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നല്ലപോലെ പ്രയത്നിക്കേണ്ടി വരും. ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഉണ്ടാകില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ ശീലമാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും അത് മാറില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞുതരാം ഇനി. അപ്പം ആദ്യമായിട്ട് എല്ലാ ദിവസവും ഒരു 3 കാര്യങ്ങൾ നന്ദി പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച 3 കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പം നിങ്ങൾ പറയും എല്ലാ ദിവസവും നന്ദി പറയാനായിട്ട് കാര്യങ്ങളുണ്ടോയെന്ന്. ഉണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, വലിയ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. നമ്മളൊന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റിയതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റിയതിന് നന്ദി. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അന്ന് സന്തോഷമായിട്ട് തോന്നിയ 3 കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയുക. അത് എഴുതി വെക്കുക. എല്ലാ ദിവസവും രാത്രിയിലാവുമ്പോൾ എഴുതി വെക്കുക. നിങ്ങളൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ എഴുതി വെക്കുക. പിന്നെ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുക. നമ്മളെ നെഗറ്റീവായി പറയുന്നവരെയോ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നവരെയോ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള അടുപ്പം കൂട്ടുക, അവരെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ സ്വന്തമായിട്ട് എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, പക്ഷെ ആ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകും. അല്ലാതെ നെഗറ്റീവ്, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, എന്നെക്കൊണ്ട് ഇത് കഴിയില്ല, ഇത് ശരിയായിട്ട് ഞാൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാം. പലർക്കും പല മോഹങ്ങളുണ്ടാകും ജീവിതത്തിൽ ചെയ്യണമെന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ നെഗറ്റീവാണ് ആദ്യം വരും. എൻ്റെ ഈ സാഹചര്യങ്ങളൊക്കെ നേരെയായിട്ട് ഞാൻ ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ തേടുക. നമ്മൾ സന്തോഷങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി സന്തോഷങ്ങൾ നമ്മുടെ അപ്പുറം കാണും. പക്ഷെ നമ്മളത് കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. എന്താ പറയുക, മനസ്സിനെ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ബാക്കി പോസിറ്റീവായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ നമ്മളുടെ ദുഃഖങ്ങൾ എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ 3 സ്റ്റെപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു കുറച്ച് ദിവസം, ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. 3 കാര്യങ്ങൾ എഴുതി വെക്കുക, നന്ദി പറയുക. 3 കാര്യങ്ങൾക്ക് നല്ല ആളുകളുമായിട്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ അവരുടെ അടുത്ത് പെരുമാറാൻ ശ്രമിക്കുക, അവരെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരു കുറച്ച് എഫേർട്ട് എടുത്ത് എല്ലാ ദിവസവും ചെയ്യാനെന്ന് നോക്കൂ.
നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. നമ്മൾ അത് ആദ്യം കുറച്ച് പാടാണത്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. ഇല്ല, ഞാൻ നെഗറ്റീവ് ചിന്തിക്കില്ല, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ, ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയുള്ളൂ എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിനെ. അപ്പം അത് പതുക്കെ അത് നമ്മുടെ ഒരു ശീലമായി മാറും. നമുക്ക് അത്രയും നെഗറ്റിവിറ്റി ഒന്നും തോന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലത് വരില്ല. അങ്ങനത്തെ ഒരു ദിവസം വരും. നമ്മൾ അത്രയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിനുള്ളിലും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ആ പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനെ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഈ സിമ്പിൾ 3 സ്റ്റെപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചേഞ്ചസ് വരുമോ എന്ന് പറയുക.